SSLC പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോളൂ, എല്ലാ തവണയും മന്ത്രിയാണ് ഇത് പ്രഖ്യാപിക്കുക. ഇത്തവണ മന്ത്രി വന്നിട്ടില്ലാത്തതുകൊണ്ട് മന്ത്രി പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നില്ല എന്ന പ്രത്യേകതയും ഇത്തവണ ഉണ്ട്. 4,17,497 വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് പരീക്ഷാഫലം കാത്തിരിക്കുന്നത്. അവരുടെ ഏറെക്കാലത്തെ കഠിന പരിശ്രമത്തിന്റെയൊക്കെ ഫലമാണ് ഇന്ന് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇന്ന് 3 മണിക്ക് PR ചേംബറിൽ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിക്കുക. ചെറിയൊരു ആശയക്കുഴപ്പമൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം മന്ത്രി ഇല്ലാതൊരു പ്രഖ്യാപനം, മന്ത്രി ഇല്ലെങ്കിൽ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ആ ഒരു ഫലം പ്രഖ്യാപിക്കേണ്ടത്. എന്നാൽ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പോസ്റ്റും ഒഴിവാണ്. അതുകൊണ്ടാണ് പകരം ചുമതലയുള്ള ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ ഒരു ഫലം പ്രഖ്യാപിക്കുന്നത്. അതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൂടി ഈ ഫലപ്രഖ്യാപനത്തിൽ സാന്നിധ്യമായി ഉണ്ടാവും എന്നുള്ളതാണ്. അതിൽ ഇത്രയും വിദ്യാർത്ഥികൾ അവർക്ക് മികച്ചൊരു വിജയം നേടുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതിൽ ആദ്യഘട്ടത്തിൽ സർക്കാർ പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും തരത്തിൽ മാർക്ക് കുറഞ്ഞു പോവുകയാണെങ്കിൽ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സേ പരീക്ഷ അടക്കം ഈ മാസം അവസാനത്തോടു കൂടി തന്നെ നടത്താൻ കഴിയും. അതിനുശേഷമായിരിക്കും +1 ട്രയൽ അലോട്ട്മെന്റ് അടക്കം ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 99.5% വിജയ ശതമാനം. അതിൽ ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടാകുമോ എന്നുള്ളതാണ് ഇത്തവണത്തെ ആശങ്ക. കാരണം പുതിയ പാഠപുസ്തകം വന്നിട്ടുള്ള ആദ്യ SSLC പരീക്ഷയാണ്. അതുപോലെ തന്നെ ചോദ്യപേപ്പറൊക്കെ കഠിനമായിരുന്നു എന്നടക്കമുള്ള പ്രതികരണങ്ങൾ പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ തന്നെ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിജയ ശതമാനത്തിൽ കുറവുണ്ടാകുമോ എന്നുള്ളതാണ് ആശങ്കയോടെ കാത്തിരിക്കുന്നത്.